ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽസ് ആണ് പഠിച്ചത്. അത് കഴിയുമ്പോൾ ഇൻകം ഫ്രം സാലറി ഹെഡ്സ് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. 5 ഹെഡ്സ് ആണ് നമുക്കുള്ളത്. ആ 5 ഹെഡ്സ് നമുക്ക് ടോപ്പിക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻകം ഫ്രം സാലറി ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, എന്തൊക്കെയാണ് അതിൻ്റെ കീഴിൽ വരുന്നത് എന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അത്രയും നമുക്ക് പഠിക്കാനുണ്ടെന്നല്ല അത്രയും ഉണ്ട്. നമ്മുടെ എംകോമിൻ്റെ ടെക്സ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്രയോളം ഇപ്പോൾ അലവൻസ് തന്നെ എങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെയാണ് അലവൻസ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ടോട്ടലായിട്ടേ പറയുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കപ്പോൾ അത് ഏതാണോ പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇൻകം ഫ്രം സാലറീസ് ഫസ്റ്റ് ഹെഡാണ്. ഫസ്റ്റ് ഹെഡിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻകം ഫ്രം സാലറി. സാലറി എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയർക്ക് വേണ്ടി ചെയ്യുന്ന സർവീസസിന് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസസ് ഈസ് കോൾഡ് സാലറി. അതിലെന്തൊക്കെ വരും? ഇറ്റ് ഇൻക്ലൂഡ്സ് മോണിറ്ററി വാല്യൂ ഓഫ് ദോസ് ബെനഫിറ്റ് ആൻഡ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ വിച്ച് ആർ ടാക്സബിൾ. മോണിറ്ററി ബെനഫിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതെങ്ങനെയാണ്? ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി അണ്ടർ സെക്ഷൻ 15 മുതൽ 17 വരെയാണ് സാലറീസിൻ്റെ സെക്ഷൻസ് വരുന്നത്. പണ്ട് സെക്ഷൻ 15 എന്താ പറയുന്നത്? The following incomes are taxable under the head salary. ഏതൊക്കെ ഇൻകം ആണെന്ന് നോക്കാം. The salary due from an employer or former employer to an assessee in the previous year whether paid or not. ഇത്ര ഓർക്കാൻ മതി. എന്താണ് സാലറി ഡ്യൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെയോ സാലറി പെയ്ഡ് ഓർ അലൗഡ്. സാലറി പേ ചെയ്തതാവാം അല്ലെങ്കിൽ അലൗ ചെയ്തതാവാം. മൂന്നാമത്തത് ഇനി അരിയർ ഓഫ് സാലറി പെയ്ഡ് ഓർ അലൗഡ്. 3 കാര്യങ്ങൾ. അപ്പോൾ സാലറി അണ്ടർ സെക്ഷൻ 15 സാലറീസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സാലറി ഡ്യൂ, സാലറി പെയ്ഡ് ഓർ അലൗഡ്, ഇനി അരിയർ ഓഫ് സാലറി പെയ്ഡ്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ എന്തായിരുന്നു? The salary due from an employer or former employer to an assessee in the previous year whether paid or not. പേ ചെയ്തോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേയോ സാലറി ഡ്യൂ ആയിട്ടുള്ളത് ഏതിന് കീഴിൽ വരും? സാലറീസിന് കീഴിലാണ് വരുന്നത്. Then the salary paid or allowed to him in the previous year by or on behalf of the employer or a former employer though not due or before it become due to him. അതിനെ നമ്മൾ എന്താ അഡ്വാൻസ് സാലറി അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് അഡ്വാൻസ് എന്നാണ്. അഡ്വാൻസ് സാലറി പെയ്ഡോ അല്ലെങ്കിൽ അലൗഡോ ആയിട്ടുള്ളതും വരും. പിന്നെയോ എന്തെങ്കിലും അരിയോഴ്സ് ഉണ്ടെങ്കിൽ അതും സാലറി എന്ന ഹെഡിങ്ങിന് കീഴിലായിരിക്കും വരുന്നത്. Any arrear of salary paid or allowed to him in the previous year by or on behalf of an employer or a former employer if not charged to income tax for any earlier previous year. പ്രീവിയസ് ഇയറിൽ ഇൻകം ടാക്സിലൊന്നും ചാർജ് ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും അരിയോഴ്സ് ഉണ്ടെങ്കിൽ അതും എവിടെ വരും? ഈ സാലറീസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി സാലറിയായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമായിട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒന്നാമത്തെ സാലറി എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം അല്ലേ. റെമ്യൂണറേഷൻ ആയിട്ട് നമ്മൾ എംപ്ലോയർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ സർവീസസിന് ഒരു കൺസിഡറേഷൻ എന്ന രീതിയിൽ റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടുന്ന എന്തിനെ നമുക്ക് സാലറി എന്ന് വിളിക്കാൻ സാധിക്കും. പിന്നെ ഫോറിൻ സാലറി ആൻഡ് പെൻഷൻ വരുന്നുണ്ട്. ഫോറിൻ സാലറി ആൻഡ് പെൻഷൻ, ഫോറിൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാലറി ആവാം, പെൻഷൻ ആവാം, അതൊക്കെ സാലറീസിൻ്റെ കീഴിൽ തന്നെ ടാക്സബിൾ ആണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക, ടാക്സബിൾ ആണ്. പിന്നെ അവിടെ ഒരു റിലേഷൻ വേണം. സാലറി എങ്ങനെയായിരിക്കണം? ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് നിർബന്ധമായിട്ടും വേണം. ഓക്കെ. ഇപ്പോൾ ഒരു ഡയറക്ടർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ആയിട്ടല്ല കണക്കാക്കുന്നത് അല്ലേ. ഒരു സെർവൻ്റ് എന്ന രീതിയിലോ ഒരു എംപ്ലോയി എന്ന രീതിയിലോ
അല്ല കണക്കാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നതിനെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും കാണിക്കുക. ഒരു എക്സാമ്പിൾ എന്ന രീതി പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എംപ്ലോയർ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ദെൻ സാലറീസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം. സാലറീസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം സെക്ഷൻ 28 അപ്പോൾ അതുകൊണ്ട് അവിടെയാണത് ടാക്സബിൾ ആവുന്നത്. ദെൻ റെസിപ്റ്റ് ഫ്രം പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ അല്ലാത്ത വേറൊരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റെമ്യൂണറേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും ടാക്സബിൾ ആവുന്നത്. ദെൻ പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, അത് സാലറിയുടെ കീഴിലാണ് ടാക്സബിൾ ആവുന്നത്. എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞിട്ടും എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എന്തിൻ്റെ കീഴിലാണ്? സാലറിയുടെ കീഴിലാണ് ടാക്സബിൾ ആവുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിലായാലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സർവീസസ് ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ നമുക്ക് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് സാലറിയുടെ കീഴിലായിരിക്കും വരുന്നത്. ദെൻ പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു എംപ്ലോയി ഓർ ടു ദ വിഡോ ഓർ ലീഗൽ ഹയേഴ്സ്, എംപ്ലോയിക്കോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ലീഗൽ ഹയേഴ്സിനോ ഒക്കെ കൊടുക്കുന്നതാണെങ്കിൽ അത് ടാക്സബിൾ ആവില്ല കേട്ടോ. വിൽ നോട്ട് ബി ടാക്സബിൾ ആസ് ഇൻകം ആയിട്ടത് ടാക്സബിൾ ആവില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ദെൻ പെൻഷൻ എവിടെയാണ്? ടാക്സബിൾ ആണ്, സാലറിയിൽ ടാക്സബിൾ ആണ്. ദെൻ സാലറി ഓഫ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, എം പിയുടെ സാലറി സാലറീസിൻ്റെ കീഴിൽ ചാർജബിൾ അല്ല. ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ, അതായത് എം പിയുടെ സാലറി ഒക്കെ വരുന്നത്. സാലറീസിൻ്റെ ഹെഡിലല്ല അത് ചാർജബിൾ ആവുന്നത്. ഓക്കെ. ദെൻ സാലറി ഓഫ് എ പാർട്ട്ണർ ബിസിനസ്സായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ കീഴിലായിരിക്കും അതും ടാക്സബിൾ ആവുന്നത്. ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ഏതിൽ പോവും? ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും പോകുന്നത് കേട്ടോ. ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്. ഓക്കെ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് DNS അലവൻസ് ആൻഡ് DNS പേ. DAയും DPയുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ. DNS അലവൻസ് നോക്കണേ. DNS allowance is paid to employee to compensate the rise in price level. പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് ഇത് DNS അലവൻസ് എന്ന് പറയുന്നത്. നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ, സെൻട്രൽ ഗവൺമെൻറ് DA ഇത്ര ശതമാനം കൂട്ടി. എന്തുകൊണ്ടാണ്? നമ്മുടെ ടോട്ടലായിട്ടുള്ള പ്രൈസ് ലെവലിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ, അവർക്കും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് DA കൂട്ടുന്നത്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. അതും ഏതിലാണ് വരുന്നത്? ഇൻകം ഫ്രം സാലറിയിലാണ് വരുന്നത്. ദെൻ DPay എന്താണ്, അഥവാ DNS പേ എന്താണെന്ന് നോക്കിയേ. When the whole or part of DA is converted in DPay, it becomes a part of basic salary. DPay ആക്കി മാറിയ അത് ബേസിക് സാലറിയുടെ പാർട്ടായിട്ട് മാറും. At the time of retirement benefits etc., the amount of DPay is also considered as basic. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് DPay എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് പേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ സാലറീസ് എന്ന് പറയുന്നതിൻ്റെ ഹെഡിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. പക്ഷേ ടാക്സബിൾ അല്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില പോയിൻറ്റ്സ് സാലറിയായി ബന്ധപ്പെട്ട് ചില പോയിൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് 10-12 പോയിൻറ്റ്സ് അല്ലേ, സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റിഗാർഡിങ് സാലറീസ് എന്നായിരുന്നു ഹെഡിങ്. ഇത് ഇത്ര ഒന്നും അല്ലാട്ടുള്ളൂ, ഇനി കുറേ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. MCOMൻ്റെ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ പറഞ്ഞു തീരില്ല, അത്ര കാര്യങ്ങൾ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് പഠിക്കേണ്ട, നമുക്ക് ആവശ്യമുള്ള നോക്കാം. അത് കഴിഞ്ഞ് PYQ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ആ രീതിക്ക് നമുക്ക് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും തീരില്ല, അത്ര പറയാനുണ്ടാവും. ഇനി ഡെഫിനിഷൻ ഓഫ് സാലറി. സെക്ഷൻ 17 പറയുന്നത്. സെക്ഷൻ 17 സാലറി എന്നതിൻ്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്? സാലറിയുടെ കീഴിൽ വരുന്നത് ബേസിക് സാലറി പ്ലസ് അലവൻസസ് പ്ലസ് പെർക്വിസിറ്റ്സ് പ്ലസ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. അതിനെയാണ് നമ്മൾ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ബേസിക് സാലറി പ്ലസ് അലവൻസസ് പ്ലസ് പെർക്വിസിറ്റ്സ് പ്ലസ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രോസ് സാലറി എന്ന് വിളിക്കും. അതിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 ഡിഡക്ഷൻസ് ആയ എൻ്റർടൈൻമെൻറ്റ് അലവൻസും എംപ്ലോയ്മെൻറ്റ് ടാക്സും കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ടാക്സബിൾ സാലറി കിട്ടുന്നത്.
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ എന്തെങ്കിലും ഒന്ന് വരയ്ക്കാൻ വേണ്ടി വരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നുകൂടി പറയാം. സാലറിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ബേസിക് സാലറി പ്ലസ് അലവൻസസ് പ്ലസ് പെർക്വിസിറ്റ്സ്, പെർക്കെന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ പെർക്വിസിറ്റ്സ് പ്ലസ് പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി. അതിൻ്റെ ടോട്ടലാണ് ഗ്രോസ് സാലറി. ആ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ആയ എൻ്റർടൈൻമെൻറ്റ് അലവൻസും എംപ്ലോയ്മെൻറ്റ് ടാക്സും കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടാക്സബിൾ സാലറി. ഇത്ര ഓർത്ത് വയ്ക്കാം. ഇനി ഇത് നോക്കിയേ. സാലറി ഇൻക്ലൂഡ്സ് എന്തൊക്കെ? വേജസ്, ആനുറ്റി ഓർ പെൻഷൻ, ഇനി ഗ്രാറ്റുവിറ്റി മാത്രം നമുക്കൊന്ന് പഠിക്കാനുണ്ട്, അത് ഇത് കഴിയുമ്പോൾ പഠിക്കാം ഗ്രാറ്റുവിറ്റി. പിന്നെ ഇനി ഫീസ്, കമ്മീഷൻ, പെർക്വിസിറ്റ്സ് ഓർ പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓർ ഇൻ അഡീഷൻ ടു എനി സാലറി ഓർ വേജസ്. ദെൻ ഇനി അഡ്വാൻസ് ഓഫ് സാലറി ബട്ട് നോട്ട് ലോൺ അല്ല, അഡ്വാൻസ് ഓഫ് സാലറി, അതും സാലറിയുടെ കീഴിൽ വരുന്നു. പിന്നെയോ ഇനി പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് എനി പീരീഡ് ഓഫ് ലീവ് നോട്ട് അവെയിൽഡ് ബൈ ഹിം, അതായത് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയും അല്ല, എൻകാഷ്മെൻറ്റ് അതായത് ലീവ് അദ്ദേഹം എടുത്തിട്ടില്ല ആ പീരീഡിൽ കിട്ടേണ്ട സാലറി, അതാണ് എൻകാഷ്മെൻറ്റിൽ വരുന്നത്. പിന്നെ ആനുവൽ അക്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ട്രാൻസ്ഫേർഡ് ബാലൻസ് നമുക്ക് പഠിക്കണം കേട്ടോ. ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ആനുവൽ അക്രീഷൻ ഉണ്ട്. പിന്നെ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ബൈ ദ ഗവൺമെൻറ് ഓർ എനി അതർ എംപ്ലോയർ ടു ദ അക്കൗണ്ട് ഓഫ് ആൻ എംപ്ലോയി അണ്ടർ എ നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിൻ്റെ കീഴിൽ വരുന്ന എന്തെങ്കിലും, അത് ഗവൺമെൻറ്റിൻ്റെ ഇതാവാം അല്ലെങ്കിൽ വേറെ എംപ്ലോയറിൻ്റെ ആവാം, അതൊക്കെ ഏതാണ്? ആ കോൺട്രിബ്യൂഷനും ഏതിൽ വരുന്നുണ്ട്? ഈ സാലറിയുടെ കീഴിൽ വരുന്നുണ്ട്. ഇനി എന്താണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത്? ഓക്കെ, when an unrecognized provident fund is recognized for the first time, the balance standing to the credit of employee's provident fund account at the time of its recognition is called a transferred balance. അതായത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ബാലൻസ് ആയി നിൽക്കുന്ന ആ ക്രെഡിറ്റ് ഉണ്ടല്ലോ, അതിനെ ആ റെക്കഗ്നേഷൻ ടൈമിലുള്ള ആ ക്രെഡിറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് വിളിക്കും. ജസ്റ്റ് ഒന്ന് ആ അൺറെക്കഗ്നൈസ്ഡിനെ റെക്കഗ്നൈസ്ഡ് ആക്കുന്നു, അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സാലറി വിശദമായിട്ട് നോക്കുന്നൊന്നുമില്ല കേട്ടോ. ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസിൽ വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഏതൊക്കെ വരുന്നുണ്ട്? ലീവ് സാലറി, കോമ്പൻസേഷൻ ഫോർ റിട്രെഞ്ച്മെൻറ്റ്, ഫീസ് ആൻഡ് കമ്മീഷൻ, ബോണസ്, ഡെത്ത് കം റിട്ടയർമെൻറ്റ്, ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ. കമ്മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടിയുള്ളത് കേട്ടോ. ദെൻ റെസീപ്റ്റ്സ് ബൈ എംപ്ലോയീസ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് അതർ കമ്പനി അറ്റ് ദ ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെൻറ്റ്, ആനുറ്റി, സാലറി ആൻഡ് പെൻഷൻ ഫ്രം UNO ആൻഡ് അതർ ഫോറിൻ പെൻഷൻ. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സാലറിയിൽ വരുന്നത്. ലീവ് സാലറി എന്ന് വെച്ചാൽ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്, നമ്മൾ എടുക്കാത്ത ലീവിന് കിട്ടൂല, അതാണ് ലീവ് സാലറി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സാലറിയിൽ വരുന്നത്. ഇനി നമുക്ക് അലവൻസസ് നോക്കാം. അലവൻസസ് എന്താണ്? അലവൻസ് എന്ന് പറയുന്നത് സാലറി കൂടാതെ എംപ്ലോയർ എംപ്ലോയിക്ക് പേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലവൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, പേയ്മെൻറ്റ്സ് ഇൻ ക്യാഷ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി മന്ത്ലി അതർ ദാൻ സാലറി, മന്ത്ലിയാണ് സാലറി കൂടാതെ, അതിനെയാണ് അലവൻസ് എന്ന് പറയുന്നത്. It is a fixed sum of money paid regularly in addition to salary for the purpose of meeting some particular requirement connected with the services rendered by an employee. ഒരു എംപ്ലോയി ചെയ്യുന്ന സർവീസസിന് അതിന് കണക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാലറി കൂടാതെ സാലറിയുടെ അഡീഷൻ ആയിട്ട് എംപ്ലോയർ എന്തെങ്കിലും ഒരു ഫിക്സഡ് സം ഓഫ് മണി പേ ചെയ്യുന്നുണ്ടാവും റെഗുലർലി, അത് മന്ത്ലി ഒക്കെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലവൻസ് എന്ന് പറയുന്നത്. 3 types ഓഫ് അലവൻസ് ആണ്. ഏതൊക്കെയാണ്? ടാക്സബിൾ, ദെൻ അലവൻസസ് എക്സംപ്റ്റ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ടാക്സബിൾ അലവൻസ് ഉണ്ട്, ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളതുണ്ട്, പിന്നെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസും ഉണ്ട്. ടാക്സബിൾ അലവൻസിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് DA, ഡെയർനെസ് അലവൻസ് ആൻഡ് അഡീഷണൽ ഡെയർനെസ് അലവൻസ് ടാക്സബിൾ ആണ്.
പിന്നെ ഡി പേ ഇതിൽ തന്നെ വരും കേട്ടോ, ആദ്യം പഠിച്ചതായതുകൊണ്ട് പറയുന്നില്ല. ഡി പേ, പിന്നെ ഏതാണ് ഫിക്സഡ് മെഡിക്കൽ, ടിഫിൻ അലവൻസ്, സെർവൻ്റ് അലവൻസ്, ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ നോൺ പ്രാക്ടീസിങ് അലവൻസ്, ഹിൽ അലവൻസ്, വാർഡൻ അലവൻസ്, ഡെപ്യൂട്ടേഷൻ, ഓവർ ടൈം, അതർ അലവൻസ്. അതർ അലവൻസസിൽ വരുന്നത് ഏതാണ്? CCA എന്ന് വെച്ചാൽ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, പ്രൊജക്റ്റ് അലവൻസ്, ഹെൽത്ത് അലവൻസ്, ടെലിഫോൺ അലവൻസ്, അതൊക്കെ എന്താണ്? അതൊക്കെ ടാക്സബിൾ അലവൻസ് ആണ്. ഇനി അലവൻസസ് എക്സംപ്റ്റഡ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്, സ്പെസിഫൈഡ് ലിമിറ്റിലേക്ക് മാത്രം. അങ്ങനെയുള്ള അലവൻസ് ഏതുകളാണ് നോക്കാം. ഒന്നാമത്തേത് ഹൗസ് റെൻ്റ് അലവൻസ്, HRA. HRA എന്ന് കേൾക്കുന്നതാണ് ഹൗസ് റെൻ്റ് അലവൻസ് അല്ലേ. ഹൗസ് റെൻ്റ് അലവൻസ് കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ ടാക്സിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഹൗസ് റെൻ്റ് അലവൻസ് കാണുന്നത്? ഒന്നെങ്കിൽ ഹൗസ് റെൻ്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ്, അത് A. B എന്ന് പറയുന്നത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. പിന്നെന്താ C എന്ന് പറയുന്ന പോയിന്റ്, ഇപ്പോൾ മുംബൈ, കൊൽക്കത്ത അതുപോലത്തെ മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെങ്കിൽ 50% ഓഫ് സാലറി, മറ്റേതാണെങ്കിൽ 40% ഓഫ് സാലറി അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, അത്രയും വലിയ പ്രോബ്ലം ഒന്നും അങ്ങനെ വരില്ല എന്ന് തോന്നുന്നു. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ PYQ ചെയ്യുമ്പോൾ ചെറിയ പ്രോബ്ലം ഈ HRAയുടെ ഒക്കെ ചെറിയ പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം കേട്ടോ. ഇനി പിന്നെ വരുന്നത് ഏതാണ്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസും ഒരു സ്പെസിഫൈഡ് ഇതിൽ വരുന്നതാണ്. പിന്നെ സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് സർട്ടൺ എക്സ്പെൻഡിച്ചർ, ചില എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ളതിൽ വരുന്നത് ഏതൊക്കെയാണ്? പിന്നെ അത് കൂടാതെ തന്നെ വരുന്നത് ഡ്യൂട്ടി, പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ടും ചില സ്പെഷ്യൽ അലവൻസ് കൊടുക്കുന്നുണ്ട്. അതിലാണ് ട്രാവലിംഗ് അലവൻസ്, ദെൻ ഡെയിലി അലവൻസ്, കൺവേയൻസ് അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാഡമിക് അലവൻസ്, യൂണിഫോം അലവൻസ്. ഇതൊക്കെ എന്താണ്? ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്പെഷ്യൽ അലവൻസുകളാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ എക്സംപ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അടുത്തത് സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് ദ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വേറെ അലവൻസുകളാണ് ഇതൊക്കെ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. ഇപ്പം ചിൽഡ്രൻ എഡ്യൂക്കേഷനിൽ 2 കുട്ടികൾക്ക്, മാക്സിമം 2 കുട്ടികൾക്ക് എത്രയാണ് പെർ മന്ത് 100 അങ്ങനെ എന്തോ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. പെർ മന്ത് 100 എക്സംപ്റ്റ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്റ്റൽ അലവൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ്, അണ്ടർഗ്രൗണ്ട് അലവൻസ്. ഓക്കെ, ഇനി ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഫോറിൻ അലവൻസ്. ഈ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഇങ്ങനെ തന്നെ പഠിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഫുള്ളി എക്സംപ്റ്റഡ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഫോറിൻ അലവൻസ്. ഇപ്പോൾ അബ്രോഡിൽ എന്തെങ്കിലും സർവീസസ് ചെയ്തിട്ട് ഇന്ത്യൻ സിറ്റിസണ് ഗവൺമെൻറ് കൊടുക്കുന്ന അലവൻസിനെയാണ് നമ്മൾ ഫോറിൻ അലവൻസ് എന്ന് പറയുന്നത്. അതപ്പോൾ ടാക്സബിൾ അല്ല കേട്ടോ, ഇപ്പോൾ ഓവർസീസ് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, കാർ അലവൻസ്, അതൊക്കെ ഫോറിൻ അലവൻസിൻ്റെ കീഴിൽ വരും. അതെന്താണ്? അത് ടാക്സബിൾ അല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ സാങ്ച്വറി അലവൻസ് ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജസ്. സുപ്രീം കോർട്ട് ജഡ്ജസിനോ അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജസിനോ കൊടുക്കുന്ന അലവൻസിനെയാണ് സാങ്ച്വറി അലവൻസ് എന്ന് പറയുന്നത്. അതും ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അലവൻസ് ഫ്രം UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന അലവൻസ് അതും എന്താണ്? ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ദെൻ പെർ ഡിയം അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹോട്ടൽ, ബോർഡിംഗ്, ലോഡ്ജിങ് ഫെസിലിറ്റി, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിനുള്ളത് അതാണ് പെർ ഡിയം എന്ന് പറയുന്നത്. അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഫുള്ളി ടാക്സബിൾ എന്നുള്ളത് കുറച്ചൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം അല്ലേ. DA ടാക്സ് ആണ്, മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, അതൊക്കെ ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ ആ എക്സംപ്റ്റഡ് ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ എക്സംപ്റ്റഡിൽ വരുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏതാണ്? ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. പിന്നെ ഈ ഫുള്ളി എക്സംപ്റ്റഡും പഠിക്കുക കേട്ടോ. ഇനി അടുത്തതാണ് സാലറിയായി ബന്ധപ്പെട്ട് പെർക്വിസിറ്റ്സ്. പെർക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് പെർക്വിസിറ്റ് എന്ന് വെച്ചാൽ നോക്കി. ദ ടേം പെർക്വിസിറ്റ് മീൻസ് any benefit attached to an office or position
ഇൻ അഡീഷൻ ടു ഓർ വേജസ്, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേജസ് കൂടാതെ അല്ലെങ്കിൽ വേജസിനോട് അഡീഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെർക്വിസിറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഡിനോട്ട്സ് എ പേഴ്സണൽ അഡ്വാൻറ്റേജ്. ഇറ്റ് മേ ബി ഗിവൺ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജ് ആണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ക്യാഷിലാവും അല്ലെങ്കിലോ കൈൻഡിലാവാനും സാധ്യതയുണ്ട്. ഇതിൽ ആദ്യം പെർക്വിസിറ്റ്സ് ടാക്സബിൾ, അതായത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ്, ദെൻ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഓൺലി ബൈ എംപ്ലോയീസ്. ഇത് ഞാൻ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നോക്കാം നമുക്ക്. സം ഓഫ് ദി പെർക്വിസിറ്റ്സ് ദാറ്റ് ആർ ടാക്സബിൾ ഇൻ നേച്ചർ ഇൻക്ലൂഡ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, അതായത് റെസിഡൻഷ്യൽ അക്കോമഡേഷനിൽ വരുന്നതാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, ടാക്സബിൾ ആണ്. Then supply of gas, water and electricity, professional tax of employee, reimbursement of medical expense, salary of servant employed by employee. Taxable perquisites also include any other fringe benefit such as free meals, gift exceeding 5,000. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്, ടാക്സബിൾ പെർക്വിസിറ്റ്സിലാണ് വരുന്നത്. ദെൻ എക്സംപ്റ്റഡ് അല്ലെങ്കിൽ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി. നോൺ taxable fringe benefit include travel allowance, computer or laptop provided by the company for official use, refreshment provided by employer during office hours, provision of medical aid, use of health club, sports club, telephone lines, interest free salary loan etc. ഇതൊക്കെയാണ് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സിൽ വരുന്നത്. ഇനി പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഓൺലി ബൈ എംപ്ലോയീസ്, അതായത് ഒരു സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണ്. അതിൽ വരുന്നത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഫോർ ചിൽഡ്രൻ, സർവീസ് ഓഫ് ഡൊമസ്റ്റിക് സെർവൻസ്. ഡൊമസ്റ്റിക് സെർവൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, അതൊക്കെ ഏതിൽ വരും, ഈ ഡൊമസ്റ്റിക് സെർവൻസിൽ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആണ്. ഓക്കെ, ഇത്രയും മതി. നമുക്കിനി അടുത്തത് പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി. ഇതിൽ എന്തൊക്കെയാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിന് മുമ്പ് നമുക്ക് ഈ പെർക്വിസിറ്റ്സിൻ്റെ വാല്യുവേഷൻ ഉണ്ട് കേട്ടോ. പെർക്വിസിറ്റ്സിൻ്റെ വാല്യുവേഷൻ, ഇപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട, തൽക്കാലം ഇത്രയും മാത്രം നോക്കാം. ഇനി പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി ഇൻക്ലൂഡ് ദ ഫോളോയിങ്: the amount of any compensation due to or received by an assessee from his employer of the terms and condition relating thereto. ഇപ്പം എന്ത് പഠിക്കുക? കോമ്പൻസേഷൻ ഡ്യൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. the amount of compensation due or received by an assessee from the employer. ഓക്കെ, ഇവിടെ കുറച്ചുകൂടെ വിട്ടുപോയിട്ടുണ്ടല്ലോ. employer or former employer in connection with the termination of his employment. അതായത് എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റിൻ്റെ ടെർമിനേഷൻ്റെ സമയത്ത് എന്തെങ്കിലും കോമ്പൻസേഷൻ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് ഏതിൽ വരും? പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരും എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. രണ്ടാമത്തത് എനി പേയ്മെൻറ്റ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ ആൻ അസസി ഫ്രം ആൻ എംപ്ലോയർ ഓർ എ ഫോർമർ എംപ്ലോയർ വെയർ ആൻ എംപ്ലോയർ ഗീവ്സ് to his employee any sum by way of personal gift and not in appreciation of his service, it is not taxable in the hands of employee. എംപ്ലോയിയുടെ കയ്യിൽ എന്താ ടാക്സബിൾ അല്ല, പേഴ്സണൽ ഗിഫ്റ്റ് ആണെങ്കിൽ. ഓക്കെ, മൂന്നാമത്തത് any payment made from unrecognized provident fund or other fund will be included only to the extent of employer's contribution and interest thereon. ഏതൊക്കെയാണ്? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും വരുന്നുണ്ട്, ഇൻട്രസ്റ്റും വരുന്നുണ്ട് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ പേയ്മെൻറ്റിൽ, അല്ലേ? എനി പേയ്മെൻറ്റ് മെയ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ അതർ ഫണ്ട് വിൽ ബി ഇൻക്ലൂഡഡ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് ഓൺ കോൺട്രിബ്യൂഷൻ ഈസ് ഓൾസോ ടാക്സബിൾ. സ്വന്തം കോൺട്രിബ്യൂഷൻ എന്താണ്? അത് ടാക്സബിൾ ആണ് കേട്ടോ. അത് ഏതിലാണ് വരിക? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്, സാലറിയിലല്ല വരിക, ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ ആവുന്നത്. ദെൻ കീമാൻ ഇൻഷുറൻസ് പോളിസി, അത്
പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറിയിലാണ് വരുന്നത്. പിന്നെ അഞ്ചാമത്തെ എനി എമൗണ്ട് ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ ആൻ അസസി ഫ്രം എനി പേഴ്സൺ ബിഫോർ ജോയിനിങ് any employment with that person after cessation of his employment with that person. Before joining ആവാം അല്ലെങ്കിൽ ആഫ്റ്റർ സെസേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റും ആവാം. ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക. പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരുന്നത് ഈ 5 കാര്യങ്ങളൊന്ന് നോക്കാം. ഇനി നോക്കാൻ പോകുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ 4 കൈൻഡ്സ് ഉണ്ട്. നമുക്ക് 4 കൈൻഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നോക്കണം. ഓക്കെ, 4 എണ്ണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കാനുള്ളത് ഡിഡക്ഷൻസ്. അതും കൂടി കഴിഞ്ഞാൽ ഏത് കഴിഞ്ഞു? ഇൻകം ഫ്രം സാലറി തീർന്നു. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്തൊക്കെയാണ്? പ്രൊവിഡൻറ്റ് ഫണ്ട് PF അല്ലേ, അറിയായിരിക്കും എല്ലാവർക്കും. എന്താണ് നോക്കി, ദ വേർഡ് പ്രൊവിഡൻറ്റ് മീൻസ് ടു പ്രൊവൈഡ് ഫോർ ദ ഫ്യൂച്ചർ, ഹെൻസ് ദിസ് ഫണ്ട് ഈസ് ടു പ്രൊവൈഡ് ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ആൻ എമൗണ്ട് ഡിഡക്റ്റഡ് ഫ്രം ദ സാലറി ഓഫ് ദ എംപ്ലോയി എവറി മന്ത് അറ്റ് എ സർട്ടൺ റേറ്റ് ആൻഡ് ദ എംപ്ലോയർ ഓൾസോ മേക്സ് ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു ദിസ് അക്കൗണ്ട്. അല്ലേ, PF അക്കൗണ്ട് നമുക്കറിയാം എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും അതോടൊപ്പം തന്നെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ടാവും. The contributions are invested to earn interest, which is also credited to the employee provident fund. നമുക്ക് അതിൽ എന്തും കിട്ടും? ഇൻട്രസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ അത് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ അതും ക്രെഡിറ്റ് ആവുന്നതാണ്. ഇനി പ്രധാനമായിട്ടുള്ള 4 കൈൻഡ്സ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ആദ്യം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് നോക്കാം. It is the Provident Fund to which the Indian Provident Fund Act 1925 applies. 1925 ഇന്ത്യൻ പ്രൊവിഡൻറ്റ് ആക്ട് 1925 അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. This Provident Fund is maintained by government or semi-government offices like a local authority, university, other recognized educational institution, nationalized banks, etc. അവരൊക്കെയാണ്, അതായത് ഗവൺമെൻറ്റോ സെമി ഗവൺമെൻറ്റോ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുള്ളത്. അടുത്തത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. വർഷം ഒന്ന് നോക്കണം കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഇന്ത്യൻ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അടുത്തത് ഏതാണ്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇറ്റ് ഈസ് എ ഫണ്ട് ടു വിച്ച് പ്രൊവിഡൻറ്റ് ഫണ്ട് 1952 അപ്ലൈസ്. 1952 ആണ് ഇവിടെ വരുന്നത് റെക്കഗ്നൈസ്ഡിൽ. Under this scheme, any person who employs 20 or more employee is under an obligation to register his firm or organization under the Provident Fund Act 1952. 20 അതിൽ കൂടുതൽ എംപ്ലോയീസോ ഉള്ള എല്ലാ ഫേംസും, 20 അതിൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള എല്ലാ ഫേംസും എന്ത് ചെയ്തിരിക്കണം? ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടൊരു സ്കീം പ്രൊവൈഡ് ചെയ്യുക എന്ന ഇതിൽ. It is after 3 years of its establishment that the registration should be done under this act. There is one more alternative also. The funds which are not established under EPF, Employees Provident Fund Act 1952, have to be expressly recognized as the Chief Commissioner or Commissioner of Income Tax. ഇവിടെ 1952 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇതിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ. പിന്നെ 20 or more employees എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അടുത്തത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇറ്റ് ഈസ് ദാറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് വിച്ച് ഈസ് നൈദർ സ്റ്റാറ്റ്യൂട്ടറി നോർ റെക്കഗ്നൈസ്ഡ്. സ്റ്റാറ്റ്യൂട്ടറിയും അല്ല റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടും അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ ക്യാൻ മെയിൻറ്റെയിൻ ദിസ് ഫണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഓർഗനൈസേഷൻ ആയാലും അൺറെക്കഗ്നൈസ്ഡ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതാരാണ് അപ്രൂവ് ചെയ്യുന്നത്? PF കമ്മീഷണർ ആണ്. ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ PF കമ്മീഷണർ ബട്ട് നോട്ട് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് കമ്മീഷണർ അല്ല, പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണറാണ് അപ്രൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ. പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനിൽ ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. The Public Provident Fund scheme was started from 1st July 1968. 1968 ജൂലൈ 1 പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ PPF സ്റ്റാർട്ട് ചെയ്യുന്നത്. Every individual can subscribe to this fund being not less than 500 and not more than 1,50,000 in a year.
മാക്സിമം 1,50,000 വരെ ഒരു വർഷത്തിൽ. ഏറ്റവും കുറവ് എത്രയാണ്? 500. അങ്ങനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, അപ്പം പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ 4 കൈൻഡ്സ്: സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ്, പിന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഡക്ഷൻസ് നമ്മൾ സാലറിയായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. നമുക്കല്ലാതെ 80C മുതൽ 80U വരെ ഉണ്ടെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ഡിഡക്ഷൻസും അതായി ബന്ധപ്പെട്ട് പിന്നെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടല്ലോ നമ്മുടെ 10A വരുന്നത്, അതൊക്കെ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം ഇതിലത്തെ കാര്യം മാത്രം നമുക്ക് നോക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസും എംപ്ലോയ്മെൻറ്റ് ടാക്സുമാണ് ഡിഡക്ഷൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, amount granted as entertainment allowance to an employee by his employer is included in the income of the employee under the head salary. Then the following deduction is allowed in this connection. ഒന്നാമത്തേത് ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിൽ എമൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിലോ 1/5 ഓഫ് സാലറി അല്ലെങ്കിൽ 5,000 ഏതാണോ കുറവ് അതായിരിക്കും എടുക്കേണ്ടത് ഡിഡക്ഷൻ. ഇനി വേറെ ആർക്കും അതില്ല കേട്ടോ. അതായത് ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി എംപ്ലോയ്മെൻറ്റ് ടാക്സ് ആണെങ്കിലോ, എനി സം പെയ്ഡ് ബൈ ദ അസസി ഓൺ അക്കൗണ്ട് ഓഫ് എ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് ലിവബിൾ ബൈ ഓർ അണ്ടർ എനി ലോ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. മാക്സിമം 2,500 ആണ് എംപ്ലോയ്മെൻറ്റ് ടാക്സ് ആയിട്ട്, അതെല്ലാ എംപ്ലോയീസിനുണ്ട് എംപ്ലോയ്മെൻറ്റ് ടാക്സ് ആയിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാലറിയുടെ കേസ് പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം സാലറിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? സാലറി, ആവറേജ് അഡ്വാൻസ് സാലറി, ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, ബോണസ്, ഫീ, കമ്മീഷൻ, അലവൻസ്, പെർക്വിസിറ്റ്സ്, പിന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് വയ്ക്കും അല്ലേ. ഇപ്പോൾ പിന്നെ എന്താണ് RPFൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എല്ലാം ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് അതാണ് നമ്മുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ആ ഗ്രോസ് സാലറിയിൽ നിന്ന് ഏത് ഡിഡക്ഷൻസ് ആയ എൻ്റർടൈൻമെൻറ്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടാക്സബിൾ സാലറി കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും മതി നമുക്ക് ഇൻകം ഫ്രം സാലറി എന്നുള്ള രീതിയിൽ ഇത്രയും മതി. ഇത് കൂടാതെ ഗ്രാറ്റുവിറ്റി ആയിട്ട് പറയാനുണ്ട്, അത് റിട്ടയർമെൻറ്റിൻ്റെ കേസിലുള്ളത്, അത് അടുത്ത ക്ലാസ്സിലൂടെ പറയാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും പഠിക്കാം. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ടാക്സ് കുറച്ച് പാടായിട്ടുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ടോട്ടലായിട്ട് ഇൻകം ഫ്രം സാലറി എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതൽ പഠിക്കണമെങ്കിൽ നമുക്കപ്പോൾ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുക. എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.